ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ രസതന്ത്രത്തിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2023 നടന്ന 2ാം പാദവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. 1.5 മണിക്കൂറാണ് സമയം. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 4 ഉത്തരം എഴുതുക. ഓരോ ചോദ്യത്തിനും 1 മാർക്ക് വീതമാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ്രവീകൃത അമോണിയ ഡാഷ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ദ്രവീകൃത അമോണിയ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ദ്രാവക അമോണിയ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആൽക്കൈൻ കുടുംബത്തിലെ ആദ്യ അംഗം. അപ്പോൾ ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ എത്ര ബന്ധനാണ്? ത്രിബന്ധനാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഫോർമുല വരിക CnH2n-2 എന്നാണ്. അപ്പോൾ അത് പ്രകാരം ഇതിലുത്തരമായിട്ട് വരിക C2H2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലാന്തനോയിഡുകളിൽ അവസാന ഇലക്ട്രോൺ ചേരുന്നത് ഡാഷ് സബ്ഷെല്ലിലാണ്. അവിടെ ബ്രാക്കറ്റിൽ കുറച്ച് സബ്ഷെല്ലുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതിലാണ് ലാന്തനോയിഡുകളിൽ അവസാന ഇലക്ട്രോൺ ചേരുന്നത്? ഉത്തരം എന്താ വരിക? 4F. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഗിഡ്ഡികളിലെ സ്വർണം എന്നറിയപ്പെടുന്ന ഇരുമ്പിൻ്റെ ധാതു ഏതാണ്? അയൺ പൈറേറ്റ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ഇരുമ്പ് വളയിൽ സ്വർണം വൈദ്യുത ലേപനം ചെയ്യുമ്പോൾ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കുന്ന ലോഹം ഏത്? ലോഹം സ്വർണം. ഇനി 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 ഉത്തരം എഴുതുക. ഇതിലെ ഓരോ ക്വസ്റ്റ്യൻ 2 മാർക്ക് വീതമാണ്. അപ്പോൾ ആറാമത്തെ ക്വസ്റ്റ്യൻ, എക്സ് എന്ന മൂലകത്തിൻ്റെ 3D സബ്ഷെല്ലിൽ 2 ഇലക്ട്രോണുകൾ ഉണ്ട്. എക്സിൻ്റെ പൂർണ്ണ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. അപ്പോൾ 3D സബ്ഷെല്ലിൽ 2 ഇലക്ട്രോണാണ്. അപ്പോൾ ഇലക്ട്രോൺ വിന്യാസം വരിക? 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d2. ഇനി ബി ക്വസ്റ്റ്യൻ, എക്സിൻ്റെ ഗ്രൂപ്പ് കണ്ടെത്തുക. എക്സിൻ്റെ ഗ്രൂപ്പ് ഏതാണ്? 4. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ, നൽകിയിരിക്കുന്ന ഘടന വിശകലനം ചെയ്യുക. ക്വസ്റ്റ്യൻ, ഈ സംയുക്തത്തിൻ്റെ മുഖ്യ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്ര? അപ്പോൾ അതാണ് അവിടെ ചിത്രത്തിൽ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ അതിനെയാണ് മുഖ്യ ചെയിനായിട്ട് എടുക്കുന്നത്. എത്ര കാർബൺ ആണുള്ളത്? 5 കാർബൺ. ഇനി ബി ക്വസ്റ്റ്യൻ, ഈ സംയുക്തത്തിൻ്റെ IUPAC നാമം എഴുതുക. അപ്പോൾ ഇവിടെ 3ാമത്തെ പൊസിഷനിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പേര് എങ്ങനെ വരിക? 3 മീഥൈൽ. പിന്നെ 5 കാർബൺ ആയതുകൊണ്ട് പെൻറ്റെയിൻ എന്നാണ് വരിക. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ, ഉരുകിയ സോഡിയം ക്ലോറൈഡിൽ അടങ്ങിയിരിക്കുന്ന അയോണുകൾ ഏതെല്ലാം? അപ്പോൾ സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ NaCl. അപ്പോൾ അതിലുള്ള അയോണുകൾ ഏതൊക്കെയാണ്? Na+ഉം Cl-ഉം. ഇനി ബി ക്വസ്റ്റ്യൻ, ഉരുകിയ സോഡിയം ക്ലോറൈഡിൻ്റെ വൈദ്യുത വിശ്ലേഷണ വേളയിൽ കാഥോഡിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിൻ്റെ സമവാക്യം എഴുതുക. അപ്പോൾ കാഥോഡിൽ എന്താ നടക്കുക? Na++ ഇലക്ട്രോൺ ഗിവ്സ് Na, അതായത് Na ഒരു ഇലക്ട്രോണിനെ Na+ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ച് Na ആയിട്ട് മാറും. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ, കോപ്പർ സൾഫേറ്റ് ലായനിയിൽ ഒരു സിങ്ക് ദണ്ട് അല്പസമയം ഇട്ടുവെക്കുന്നു. ക്വസ്റ്റ്യൻ, സിങ്ക് ദണ്ടിൻ്റെ ഉപരിതലത്തിൽ എന്ത് മാറ്റമാണ് നിരീക്ഷിക്കുന്നത്? അപ്പോൾ എന്ത് മാറ്റമാണ്? കോപ്പർ പറ്റിപ്പിടിക്കുന്നു. അതായത് ആ സിങ്ക് ദണ്ടിൻ്റെ ഉപരിതലത്തിൽ ആര് പറ്റിപ്പിടിക്കും? കോപ്പർ സൾഫേറ്റ് ലായനിയിലെ കോപ്പർ പറ്റിപ്പിടിക്കും. അല്ല ബി ക്വസ്റ്റ്യൻ, കോപ്പർ സൾഫേറ്റ് ലായനിയുടെ നീലനിറം മങ്ങുന്നതിന് കാരണമെന്ത്? അപ്പോൾ ഈ കോപ്പർ സൾഫേറ്റ് ലായനിക്ക് നീല നിറം കൊടുക്കുന്നത് അതിലടങ്ങിയിട്ടുള്ള കോപ്പറാണ്. അപ്പോൾ ക്രിയാശീലം കൂടിയ സിങ്ക് ഈ കോപ്പറിനെ ആദേശം ചെയ്തു. അങ്ങനെ ആ ലായനിയിൽ കോപ്പറിൻ്റെ അളവ് കുറഞ്ഞു. അതുകൊണ്ടാണ് നീല നിറം മങ്ങിയത്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ, 10A, സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ച് ഹൈഡ്രജൻ ക്ലോറൈഡ് നിർമ്മിക്കുന്നതിനൊരു മാർഗം നിർദ്ദേശിക്കുക. സൾഫ്യൂരിക് ആസിഡും സോഡിയം ക്ലോറൈഡും കൂടി പ്രവർത്തിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? HCl കിട്ടും. ഇനി ബി, ഈ പ്രവർത്തനത്തിൻ്റെ രാസസമവാക്യം എഴുതുക. അപ്പോൾ H2SO4 + NaCl gives NaHSO4 + HCl. ഇനി 11 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 ഉത്തരം എഴുതുക. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വീതമാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഇരുമ്പ് നിർമ്മിക്കുന്നത് ബ്ലാസ്റ്റ് ഫർണസ് ഉപയോഗിച്ചാണ്. ക്വസ്റ്റ്യൻ, ഇരുമ്പിൻ്റെ വ്യാവസായിക നിർമ്മാണ വേളയിൽ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ചേർക്കുന്ന പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? CaCO3 എന്ന് പറഞ്ഞാൽ കാൽസ്യം കാർബണേറ്റ്. പിന്നെ Fe2O3, C കാർബൺ. ഇനി ബി ക്വസ്റ്റ്യൻ, ബ്ലാസ്റ്റ് ഫർണസിൽ നിരോക്സീകാരിയായി പ്രവർത്തിക്കുന്ന സംയുക്തം ഏത്? അത് CO എന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡ്. ഇനി സി, സ്ലാഗ് രൂപീകരണത്തിൻ്റെ സമവാക്യം എഴുതുക. കാൽസ്യം ഓക്സൈഡ് CaO+, SiO2 gives CaSiO3.
ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ എ. വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ നടക്കുന്ന ഊർജ്ജ മാറ്റം എഴുതുക. അപ്പോൾ വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ എന്താണ്? രാസോർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുകയാണ്. ബി ക്വസ്റ്റ്യൻ വൈദ്യുത വിശ്ലേഷണത്തിൻ്റെ ഏതെങ്കിലും 2 പ്രായോഗിക ഉപയോഗങ്ങൾ എഴുതുക. 1 ലോഹങ്ങളുടെ നിർമ്മാണത്തിന്, 2 അലോഹങ്ങളുടെ നിർമ്മാണത്തിന്. 13ാമത്തെ ക്വസ്റ്റ്യൻ C2H4, C3H6, C4H8 എന്നിവ ഒരു ഹൈഡ്രോ കാർബൺ കുടുംബത്തിലെ അംഗങ്ങളാണ്. എ. ഈ സംയുക്തങ്ങൾ ഏത് ഹൈഡ്രോ കാർബൺ കുടുംബത്തിൽ ഉൾപ്പെടുന്നു? ഇത് ഉൾപ്പെടുന്നത് ആൽക്കീനാണ്. CnH2n അനുസരിച്ച് എന്താണ് ഇത് നോക്കുമ്പോൾ ഇത് ഉൾപ്പെടുന്നത് ആൽക്കീനിലാണ്. ഇനി അതിൻ്റെ ബി ക്വസ്റ്റ്യൻ ഈ സംയുക്തങ്ങളെ ഒരു ഹോമോലോഗസ് സീരീസിലെ അംഗങ്ങളായി ഉൾപ്പെടുത്തുന്നതിന് 2 കാരണങ്ങൾ എഴുതുക. ഒന്നാമത്തെ കാരണം അടുത്തടുത്ത അംഗങ്ങൾ തമ്മിൽ CH2 വ്യത്യാസമുണ്ടായിരിക്കും. രണ്ടാമത്തേത് ഒരേ രാസ സ്വഭാവം കാണിക്കുന്നു. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന രാസസമവാക്യം വിശകലനം ചെയ്യുക. C12H22O11 അതെന്താണ്? കോൺസെൻട്രേറ്റഡ് H2SO4 സൾഫ്യൂരിക് ആസിഡുമായിട്ട് പ്രവർത്തിച്ച് എന്ത് കിട്ടും? 12 കാർബണും 11 വെള്ളവും കിട്ടും. ഇനി എ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുന്ന കറുത്ത നിറമുള്ള പദാർത്ഥം ഏതാണ്? കാർബൺ. ബി സൾഫ്യൂരിക് ആസിഡിൻ്റെ ഏതു ഗുണമാണ് ഇവിടെ പ്രദർശിപ്പിക്കപ്പെടുന്നത്? നിർജ്ജലീകാരകം. സി ക്വസ്റ്റ്യൻ സൾഫ്യൂരിക് ആസിഡിൻ്റെ ലവണങ്ങൾ സാധാരണയായി ഏത് പേരിൽ അറിയപ്പെടുന്നു? സൾഫേറ്റ്. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ STPയിൽ സൂക്ഷിച്ചിരിക്കുന്ന 1 മോൾ ഏതൊരു വാതകത്തിൻ്റെയും വ്യാപ്തം എത്ര? അപ്പോൾ 1 മോൾ എന്ന് പറഞ്ഞാൽ 22.4 ലിറ്ററാണ്. അപ്പോൾ അവിടുത്തെ ഉത്തരം എന്താണ് വരിക? 22.4. ഇനി ബി ക്വസ്റ്റ്യൻ STPയിൽ സൂക്ഷിച്ചിരിക്കുന്ന 64 ഗ്രാം ഓക്സിജൻ വാതകത്തിൻ്റെ വ്യാപ്തം കണ്ടെത്തുക. അപ്പം ആദ്യം നമുക്ക് മോള് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ ഓക്സിജൻ്റെ മാസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ തന്നിട്ടുള്ള മാസും ഓക്സിജൻ്റെ ഗ്രാം മോളിക്കുലർ മാസും തമ്മിൽ ഹരിക്കുക. അപ്പോൾ 64/32 ഗ്രാം മോളിക്കുലർ മാസ്. GMM എത്രയാണ്? ഓക്സിജൻ്റെ 32. അപ്പോൾ 64/32 ചെയ്താൽ നമുക്ക് മോള് കിട്ടും. എത്ര മോളാണ്? 2 മോള്. ഇനി ആ മോൾ ഇൻറ്റു 22.4 ചെയ്താലാണ് ഇവിടുത്തെ ഉത്തരം കിട്ടുക. അപ്പോൾ മോൾ ഇൻറ്റു മോൾ ഗുണിക്കണം 2 നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ 2 മോൾ ഇൻറ്റു 22.4 ചെയ്താൽ നമുക്ക് എത്രയാണ് ഉത്തരം കിട്ടുക? 44.8 ലിറ്റർ. ഇനി 16 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോ ചോദ്യത്തിനും എത്ര മാർക്ക് വീതമാണ്? 4 മാർക്ക് വീതം. അപ്പോൾ 16ാമത്തെ ക്വസ്റ്റ്യൻ നിത്യജീവിതത്തിൽ വളരെയധികം ഉപയോഗമുള്ളൊരു ലോഹമാണ് അലുമിനിയം. എ ക്വസ്റ്റ്യൻ അലുമിനിയത്തിൻ്റെ അയിരേത്? അലുമിനിയത്തിൻ്റെ അയിരേതാണ്? ബോക്സൈറ്റ്. ഇനി ബി അലുമിനിയം അയിരിനെ സാന്ദ്രീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലായനി ഏത്? NaOH. അലൂമിനിയയുടെ വൈദ്യുത വിശ്ലേഷണ സമയത്ത് അതിൽ ക്രയോലൈറ്റ് ചേർക്കുന്നു. കാരണം എന്ത്? അപ്പം എന്തിനാണെന്ന്? ദ്രവണാങ്കം കുറയ്ക്കാനും രണ്ടാമത് ചാലകത കൂട്ടാനും. ഇനി സി ക്വസ്റ്റ്യൻ അലൂമിനിയം അയോണിൻ്റെ നിരോക്സീകരണ സമവാക്യം എഴുതുക. എന്താണ്? Al3++ 3 ഇലക്ട്രോൺ ഗിവ്സ് Al. അതായത് Al3+ എന്താണ്? 3 ഇലക്ട്രോണുകളെ സ്വീകരിച്ച് എന്തായിട്ട് മാറും? അലുമിനിയായിട്ട് മാറും. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ സന്തുലനാവസ്ഥയുള്ള 2 വ്യൂഹങ്ങൾ നൽകിയിരിക്കുന്നു. ഫസ്റ്റ് വൺ N2+3H2 ഗിവ്സ് 2NH3. എന്താണ്? അമോണിയയുടെ നിർമ്മാണമാണത് പ്ലസ് താപം. ഇനി രണ്ടാമത്തത് 2HI ഗിവ്സ് H2+I2. ഹൈഡ്രജൻ അയഡൈഡ് എന്താണ്? വിഘടിച്ച് ഹൈഡ്രജനും അയഡിനുമായിട്ട് മാറുക. എ ക്വസ്റ്റ്യൻ ഇവയിൽ മർദ്ദത്തിന് സ്വാധീനമില്ലാത്ത പ്രവർത്തനം ഏത്? പ്രവർത്തനം 2. ബി ഈ രാസപ്രവർത്തനത്തിൽ മർദ്ദത്തിന് സ്വാധീനം ഇല്ലാത്തത് എന്തുകൊണ്ട്? കാരണം എന്താണ്? ഇവിടെ എന്താണ്? രണ്ടാമത്തതിൽ അഭികാരകത്തിൻ്റെയും ഉൽപ്പന്നത്തിൻ്റെയും തന്മാത്രകളുടെ എണ്ണം തുല്യമാണ്. രണ്ടും എന്താണ്? 2ആണ്. അപ്പം അങ്ങനെ തുല്യമാണെങ്കിൽ അവിടെ മർദ്ദം സ്വാധീനിക്കില്ല. ഇനി സി ക്വസ്റ്റ്യൻ രാസപ്രവർത്തനം 1 താഴെ പറയുന്ന ഘടകങ്ങൾ ഉൽപ്പന്നത്തിൻ്റെ അളവിനെ എങ്ങനെ സ്വാധീനിക്കുന്നു? ഇപ്പോൾ ഫസ്റ്റത്തത് താപനില കൂടുമ്പോൾ എന്താണ്? ഉൽപ്പന്നത്തിൻ്റെ അളവ് കുറയുന്നു, അതായത് രാസപ്രവർത്തന വേഗത കുറയുന്നു എന്ന്. ഇനി രണ്ടാമത്തത് നൈട്രജൻ്റെ അളവ് കൂടുന്നു, അപ്പോൾ എന്താണ്? ഉൽപ്പന്നത്തിൻ്റെ അളവ് കൂടുന്നു. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഗാൽവാനിക് സെല്ലിൽ നടക്കുന്ന റിഡോക്സ് പ്രവർത്തനത്തിൻ്റെ സമവാക്യം നൽകിയിരിക്കുന്നു. Zn+Cu2+ gives Zn2++Cu. എ ഈ ഗാൽവാനിക് സെല്ലിലെ ആനോഡ് ഏതാണ്? സിങ്ക്. ബി ഇവിടെ നടക്കുന്ന ഓക്സീകരണ പ്രവർത്തനത്തിൻ്റെ സമവാക്യം എഴുതുക. Zn gives Zn2++2 ഇലക്ട്രോൺ. സി ഇലക്ട്രോൺ പ്രവാഹത്തിൻ്റെ ദിശ എഴുതുക. സിങ്കിൽ നിന്ന് കോപ്പറിലേക്ക്. ഡി ഒരു ഗാൽവാനിക് സെല്ലിൽ വൈദ്യുതിയുടെ തുടർച്ചയായ പ്രവാഹം ഉറപ്പുവരുത്തുന്നതിന് ഉപയോഗിക്കുന്ന സംവിധാനം ഏത്? സോൾട്ട് ബ്രിഡ്ജ്.
19ാമത്തെ ക്വസ്റ്റ്യൻ, സിങ്കിൻ്റെ ഒരു പ്രധാന അയിരാണ് സിങ്ക് കാർബണേറ്റ്. ZnCO3 എന്ന് പറഞ്ഞാൽ സിങ്ക് കാർബണേറ്റ്. എ, ഈ അയിരിൻ്റെ പേരെഴുതുക. കലാമിൻ. ബി, സിങ്ക് കാർബണേറ്റിനെ സിങ്ക് ഓക്സൈഡായി മാറ്റുന്നതിന് ഉപയോഗിക്കുന്ന പ്രക്രിയയുടെ പേരെഴുതുക. അതാണ് കാൽസിനേഷൻ. സി, സിങ്ക് ലോഹം ശുദ്ധീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രക്രിയ ഏത്? സ്വേദനം. ഡി, ഈ ശുദ്ധീകരണ പ്രക്രിയയിൽ സിങ്കിൻ്റെ ഏതു ഗുണമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ബാഷ്പീകരണ സ്വഭാവം. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ. എ, ചുവടെ കൊടുത്തിരിക്കുന്ന സമവാക്യം പൂർത്തീകരിക്കുക. 2NH4Cl പ്ലസ് ഡാഷ് ഗിവ്സ് CaCl2 പ്ലസ് H2O പ്ലസ് 2NH3. അപ്പോൾ എന്താണ് അവിടെ വരിക? CaOH2 ബി, ഒരു നനഞ്ഞ ചുവന്ന ലിറ്റ്മസ് പേപ്പർ അമോണിയ വാതകത്തിന് മുകളിൽ കാണിക്കുന്നു. നിങ്ങളുടെ നിരീക്ഷണം എഴുതുക. അപ്പോൾ ചുവന്ന ലിറ്റ്മസ് പേപ്പർ എന്ത് കളറായിട്ട് മാറും? നീല കളറായിട്ട് മാറും. അതിനുള്ള കാരണം എന്താണ്? അമോണിയ ഒരു ബേസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ചുവന്ന ലിറ്റ്മസ് പേപ്പർ നീല കളറായത്. സി, ലബോറട്ടറിയിൽ അമോണിയ തയ്യാറാക്കുമ്പോൾ ശോഷകാരകമായി ഉപയോഗിക്കുന്ന പദാർത്ഥം ഏത്? നീറ്റുകക്ക. ഈ അമോണിയ HCl-മായി പ്രവർത്തിച്ചാൽ ലഭിക്കുന്ന ഉൽപ്പന്നം ഏത്? അമോണിയം ക്ലോറൈഡ്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളും നോക്കി. എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.